യെസ്, ആസ് യൂഷ്വൽ നമ്മുടെ റീഡിങ്ങിൻ്റെ 1 hour പ്രാക്ടീസ് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി റിസൾട്ടൊക്കെ വന്നു, നല്ല സ്കോറൊക്കെ കിട്ടി. ഞങ്ങൾ ഇൻറ്റിമേറ്റ് ചെയ്യാറുണ്ട് എല്ലാവരും, അല്ലേ? സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവർ പോലും നമ്മുടെ ലൈവൊക്കെ കണ്ട് പാസ്സാവുന്ന ഒരു സിറ്റുവേഷനിലാണ്. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ടിജൂസ് അക്കാഡമി എപ്പോഴും ഞങ്ങളുടെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള സെഷൻസാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ടും ലൈവ് സെഷൻസാണ്. കുറേ പേര് ഇത് കാണുന്നുണ്ട്, ഷെയർ ചെയ്തെന്നുള്ള അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സെഷനിൽ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പം റീഡിങ്ങിൻ്റെ ഇന്ന് 36th ലൈവാണ് അല്ലേ? 36 സെഷൻസ്. അപ്പോൾ 35 hours നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 36th അവറിലേക്ക് നമ്മൾ നിൽക്കുകയാണ് ഇപ്പം. അപ്പോൾ കുറേ പേര് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലൈവെല്ലാം കണ്ടിട്ട് അല്ലേ, പ്രാക്ടീസൊക്കെ നല്ലതായിട്ട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. യെസ്, ആരൊക്കെയാണ് നമ്മളോട് ജോയിൻ ചെയ്തിരിക്കുന്നത്? സാഫല്യ സോജൻ. യെസ്, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ടിജൂസ് അക്കാഡമീസ് OET റീഡിങ് ലൈവ് സെഷൻ. യെസ്, ശ്രുതി മോളുണ്ട്, സുജിയും സാഫല്യൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. അപ്പം റീഡിങ് അല്ല, റീഡിങ് കോംപ്രിഹെൻഷൻ, അവിടെയാണ് നമ്മുടെ ചാലഞ്ച്. റീഡിങ് ഈസിയാണല്ലേ? യെസ്, ലേഹ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ടിജൂസ് അക്കാഡമീസ് OET റീഡിങ് ലൈവ് സെഷൻ. ആൻസൺ ചാക്കോ ഉണ്ട്, ബ്ലെസ്സി ഉണ്ട്. യെസ് ആൻസൺ, ഗുഡ് ഈവനിങ്. സൂസൻ റോബിനുണ്ട്, മേരി ജോൺ ഉണ്ട്. യെസ്, എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, റീഡിങ്ങിൻ്റെ ചാലഞ്ച് എന്ന് പറയുന്നത്, റീഡിങ് എന്ന് പറയുന്നത് അത്ര ചാലഞ്ചിങ് അല്ല അല്ലേ? നമുക്കെല്ലാവർക്കും പറ്റുന്നതാണ്. പക്ഷേ റീഡിങ് കോംപ്രിഹെൻഷനാണ്, അവിടെയാണ് നമ്മുടെ ലാംഗ്വേജും നമ്മുടെ ലോജിക്കും ഒക്കെ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. യെസ്, പബിതയുണ്ട്, പ്രസീതയുണ്ട്, ഫെബയുണ്ട്, മേരി ജോൺ, എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം. യെസ്, ഐശ്വര്യ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ നമ്മൾ പാർട്ടിസിപ്പൻസ് എല്ലാം കുറച്ചൊരു ജോയിൻ ആയല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് റീഡിങ് കോംപ്രിഹെൻഷനാണ്. എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, റീഡിംഗ് എന്ന് പറയുന്നത് 50% ലാംഗ്വേജ് സ്കില്ലാണ്, സംശയമൊന്നുമില്ല അല്ലേ? നമ്മുടെ ലാംഗ്വേജിൽ, നമ്മുടെ വൊക്കാബുലറിയിലും ഗ്രാമറിലൊക്കെ ഉള്ള സ്കില്ലാണ്. ബട്ട് അടുത്തൊരു 50% എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലോജിക്കാണ്. പ്രത്യേകിച്ച് OETയുടെ റീഡിങ് പാർട്ട് C ഒക്കെ വരുമ്പോൾ അവിടെ ലോജിക്കൽ തിങ്കിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ചിലപ്പോൾ നമുക്കവിടെ ലാംഗ്വേജ് ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും, പക്ഷേ അതിൻ്റെ ദ മീനിങ് ബിഹൈൻഡ് വാട്ട് ദ റൈറ്റർ സെഡ് അല്ലേ, അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ മീനിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു ലോജിക്കൽ തിങ്കിങ്ങിലേക്ക് പോകുമ്പോഴാണ് ചാലഞ്ചിങ് ആവുന്നത്. അത് എങ്ങനെ എളുപ്പമാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാക്ടീസിലൂടെ നമുക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസിലൂടെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം. നമ്മൾ യൂഷ്വൽ സെഷൻ പോലെ തന്നെയാണ് ഇന്നും പോകുന്നത്. യെസ്, നിഷികാന്ത്, സിജി മാത്യു, ലീന ഡാനിയൽ, എല്ലാവർക്കും വെൽക്കം കേട്ടോ. അപ്പോൾ നമ്മുടെ യൂഷ്വൽ സെഷൻസാണ്. ആദ്യം നമ്മുടെ വൊക്കാബുലറിയിൽ നമ്മൾ ഫ്രേസസ് ആൻഡ് ഇഡിയംസ് അല്ലേ, 2 ഫ്രേസസ് ആൻഡ് ഇഡിയം അല്ലെങ്കിൽ 2 ഫ്രേസോ 2 ഇഡിയോ ഒക്കെ നമ്മൾ എല്ലാ വീക്കിലും നമ്മൾ പുതുതായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങളതെല്ലാം കളക്ട് ചെയ്ത് നിങ്ങളുടെ ബുക്കിൽ സൂക്ഷിക്കുന്നുണ്ടോ, ഇടയ്ക്ക് റിവൈസ് ചെയ്യുന്നുണ്ടോ അറിയുന്നു. അപ്പോൾ നോക്കി, ഇന്ന് തന്നിരിക്കുന്നത് ഒന്ന് ബക്കിൾ ഡൗണും ഒന്ന് ബ്രേക്ക് ദ ഐസും ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്തെ ബക്കിൾ ഡൗൺ എന്നുള്ള ഫ്രേസ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നുമില്ല, നമ്മളൊരു കാര്യം സ്റ്റാർട്ട് വർക്കിംഗ് വെരി ഹാർഡ് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടാക്കിൾ എ ടാസ്ക് വിത്ത് ഡിറ്റർമിനേഷനോട് കൂടി ഒരു ടാസ്ക് നമ്മൾ ടാക്കിൾ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ഓൺ വൺസ് വർക്ക്. ഒന്നുമില്ല, എളുപ്പത്തിൽ പറഞ്ഞാൽ സ്റ്റാർട്ട് ടു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ട് വർക്കിംഗ് വെരി ഹാർഡ്, ഇതാണ് ബക്കിൾ ഡൗൺ. ആ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ഹീ വിൽ ഹാവ് ടു ബക്കിൾ ഡൗൺ സൂൺ അല്ലേ? എപ്പോഴാ? ഇഫ് ഹീ വോണ്ട്സ് ടു പാസ് ഹിസ് ഫൈനൽസ് പാസ്സാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹീ വിൽ ഹാവ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ഹാർഡ് അല്ലേ? പെട്ടെന്ന് തന്നെ അവിടെ ഒരു ഹാർഡ് വർക്ക് അത്യാവശ്യമാണ്, എങ്കിൽ മാത്രമേ ഇഫ് ഹി വോണ്ട്സ് ടു പാസ് ഹിസ് ഫൈനൽസ് അവിടെ പാസ്സാവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഹി ഹാസ് ടു സ്റ്റാർട്ട് വർക്കിംഗ് വെരി ഹാർഡ്. അതാണ് അവിടുത്തെ മീനിങ്. ഓക്കെ ആയോ? അത് ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിളൂടെ പറയാം. ഇഫ് ഐ ഡോണ്ട് ബക്കിൾ ഡൗൺ അല്ലേ, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദ ടാസ്ക് വിൽ നോട്ട് ഗെറ്റ് ഡൺ, ആ ടാസ്ക് അവിടെ കംപ്ലീറ്റ് ആവില്ല, അത് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്ത് വേണം? ബക്കിൾ ഡൗൺ ചെയ്യണം അല്ലേ? ഇഫ് ഐ ഡോണ്ട് ബക്കിൾ ഡൗൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദ ടാസ്ക് വിൽ നോട്ട് ഗെറ്റ് ഡൺ.
ഇവിടുത്തെ എക്സാമ്പിൾ നോക്ക്. ഹി വിൽ ഹാവ് ടു ബെക്കിൾ ഡൗൺ സൂൺ. എന്താ? ഇഫ് ഹി വോണ്ട്സ് ടു പാസ് ഹിസ് ഫൈനൽസ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ഹാസ് ടു സ്റ്റാർട്ട് വർക്കിംഗ് വെരി ഹാർഡ്. ഓക്കെ ആയോ? യെസ്, ലിഷ ബിജോയ് ഗുഡ് ഈവനിങ്. സിജി സാജു ഗുഡ് ഈവനിങ്. പ്രീത തോമസ്, ജിസ്മി ജോസഫ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ടിജൂസ് അക്കാഡമീസ് OET റീഡിംഗ് ലൈവ് സെഷൻ. അപ്പോൾ ആദ്യത്തെ ഫ്രേസ് ബക്കിൾ ഡൗൺ. എന്താണ്? സ്റ്റാർട്ട് വർക്കിംഗ് വെരി ഹാർഡ്. ഇത്രയേ ഉള്ളൂ. ആൻഡ് ദ സെക്കൻഡ് വൺ ബ്രേക്ക് ദ ഐസ്. നമ്മൾ കേൾക്കുന്നതാണ് ഐസ് ബ്രേക്കിംഗ് സെഷൻ എന്നൊക്കെ അല്ലേ? ബ്രേക്ക് ദ ഐസ് ബ്രേക്ക് ചെയ്യാൻ. എന്താ അതിൻ്റെ മീനിങ്? സേ ഓർ ഡു സംതിങ് ടു മേക്ക് പീപ്പിൾ ഫീൽ റിലാക്സ്ഡ് ആൻഡ് കംഫർട്ടബിൾ അല്ലേ? നമുക്ക് ചില കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ടു ഓവർകം ദ ടെൻഷൻ ഓഫ് ഇനീഷ്യൽ മീറ്റിംഗ്. നമുക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. അതിനെ ഓവർകം ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? ബ്രേക്ക് ദ ഐസ്. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് പീപ്പിൾ ഹൂ ഹാവ് നോട്ട് മെറ്റ് ഈച്ച് അതർ ബിഫോർ. മുമ്പ് കണ്ടിട്ടില്ല അല്ലേ? അവരെ എന്താക്കാൻ വേണ്ടിയിട്ട് ഫീൽ മോർ റിലാക്സ്ഡ് വിത്ത് ഈച്ച് അതർ. അവർക്ക് തമ്മിൽ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവാം. ആ ഒരു ഇനീഷ്യൽ ഹെസിറ്റേഷൻ റിമൂവ് ചെയ്യാനുള്ളതാണ് എന്ത്? ബ്രേക്ക് ദ ഐസ്. റിമൂവിങ് ദ ഇനീഷ്യൽ ഹെസിറ്റേഷൻ അല്ലെങ്കിൽ സേ ഓർ ഡു സംതിങ് ടു മേക്ക് പീപ്പിൾ ഫീൽ റിലാക്സ്ഡ് ആൻഡ് കംഫർട്ടബിൾ. അവരെ റിലാക്സ്ഡ് ആക്കി അല്ലെങ്കിൽ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ എന്തൊരു കാര്യമാണോ അല്ലെ? സേ ഓർ ഡു സംതിങ് ടു മേക്ക് പീപ്പിൾ ഫീൽ റിലാക്സ്ഡ് ആൻഡ് കംഫർട്ടബിൾ. അതാണ് ബ്രേക്ക് ദ ഐസ്. എക്സാമ്പിൾ നോക്ക്. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ക്ലാസ് അല്ലേ? നമ്മുടെ ഇനീഷ്യൽ മീറ്റിംഗാണ് ഫസ്റ്റ് ഡേ ഓഫ് ക്ലാസ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ടീച്ചറും നമ്മളുമായിട്ടുള്ളൊരു ഇനീഷ്യൽ മീറ്റിംഗ് ആണ്. ദ ടീച്ചർ യൂസ്ഡ് ആൻ ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റി. അപ്പം ഐസ് ബ്രേക്കിംഗ് എന്താ? ടെൻഷൻ റിമൂവ് ചെയ്യാനുള്ളതാണല്ലേ? അല്ലെങ്കിൽ ടു മേക്ക് പീപ്പിൾ ഫീൽ റിലാക്സ്ഡ് ആൻഡ് കംഫർട്ടബിൾ. അപ്പം ടീച്ചർ അവിടെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ടീച്ചർ യൂസ്ഡ് ആൻ ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഹെൽപ്പ് ലേൺ ദ സ്റ്റുഡൻറ്റ്സ് നെയിം അല്ലേ? കുട്ടികളുടെ പേരൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ടീച്ചർ അവിടെ എന്ത് ചെയ്തു? ദ ടീച്ചർ യൂസ്ഡ് ആൻ ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റി. അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. ദ പാർട്ടി വാസ് സോ ഡൾ. പാർട്ടി ഭയങ്കര ഡള്ളായിരുന്നു. എപ്പോൾ വരെ? അണ്ടിൽ സംവൺ ബ്രോക്ക് ദ ഐസ് വിത്ത് എ ജോക്ക് ആൻഡ് വി ഓൾ ലാഫ്ഡ് അല്ലേ? ആരോ ഒരാളൊരു തമാശ പറയും വരെ പാർട്ടി അവിടെ ഭയങ്കര ഡള്ളായിട്ട് പോയി. അതിനുശേഷം നമ്മളെല്ലാം ഭയങ്കരമായിട്ടും ആ ടെൻഷനൊക്കെ മാറി ചിരിക്കാനൊക്കെ തുടങ്ങി അല്ലേ? ദ പാർട്ടി വാസ് സോ ഡൾ അണ്ടിൽ സമൺ ബ്രോക്ക് ദ ഐസ് വിത്ത് എ ജോക്ക്. അവിടെ ഐസ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ സമൺ ബ്രോക്ക് ദ ഐസ്. അവിടുത്തെ ടെൻഷൻ മാറി. ആ ഒരു ഹെസിറ്റേഷൻ അവിടെ റിമൂവായി. യെസ്, നമ്മുടെ കൂടെ കുറച്ചുകൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സിനി ജോൺ ആൻഡ് യെസ് ടിജോ ഗുഡ് ഈവനിങ്. ജോസി തോമസ്, ലിഷ ബിജോയ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. ഓക്കെ, രണ്ടെണ്ണം ഓക്കെ ആയോ? ഒന്നുകൂടി നോക്കുക. ബക്കിൾ ഡൗൺ. എപ്പോഴാണ് നമ്മൾ ബക്കിൾ ഡൗൺ യൂസ് ചെയ്യുന്നത്? സ്റ്റാർട്ട് വർക്കിംഗ് വെരി ഹാർഡ്. ബ്രേക്ക് ദ ഐസ് ടു ഓവർകം ദി ടെൻഷൻ ഓഫ് ഇനീഷ്യൽ മീറ്റിംഗ്. നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു അല്ലെങ്കിൽ ടു ഡു ഓർ say something to make people feel relaxed. Yes, Ripsy, good evening and welcome to our session. അപ്പോൾ ഇത് രണ്ടെണ്ണം ഓക്കെ ആണല്ലോ. ഇനി ഇതിനെപ്പറ്റിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ യെസ് എന്നോ നോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അടുത്ത സെഷനിലേക്ക് വേഗം പോകും. അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എത്രമാത്രം ഇത് ഗ്രാസ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. യെസ്, ജെറി ജേക്കബ് ഗുഡ് ഈവനിങ്. മോൾഗ ജോസഫ് ഗുഡ് ഈവനിങ്. റിപ്സി ഗുഡ് ഈവനിങ്. യെസ്, ഓക്കെ ആണോ? ഇത്രയും ഈ രണ്ടെണ്ണം ഇനി എക്സ്പ്ലനേഷൻസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇത് എവിടെ കണ്ടാലും ഈ രണ്ട് ഫ്രേസസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുമല്ലോ, നിങ്ങളത് യൂസ് ചെയ്യുമല്ലോ. യെസ്, സിജി അത് ക്ലിയർ ആണെന്ന് പറഞ്ഞു. യെസ്, മൂവിങ് ഓൺ ടു യെസ് ലേഹ, ആൻസൺ, ശില്പ എല്ലാവരും പറഞ്ഞു. യെസ്, ശില്പ ആൻ്റണി ഗുഡ് ഈവനിങ്. സൗമ്യ ജോസഫ് ഗുഡ് ഈവനിങ്. നിഷികാന്ത് യെസ്, ജോസിക്കും മനസ്സിലായി. ഓക്കെ, മൂവിങ് ഓൺ ടു നമ്മുടെ അടുത്തൊരു സെഷനാണ് വൊക്കാബുലറി ബൂസ്റ്റർ അല്ലേ? നമ്മളൊരു സെൻറ്റൻസ് അവിടെ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡ് നമ്മളവിടെ ഗ്യാപ്പ് അവിടെ മിസ്സായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ്, ഞാൻ അവിടെ ചോയ്സ് ഒന്നും നിങ്ങൾക്ക് തരുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം ഒരേ സമയത്ത് നമുക്ക് ഒന്നിലധികം വെക്കാബുലറീസ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യാനും പറ്റും. അങ്ങനെ ആകുമ്പോൾ ഇല്ലെങ്കിൽ നമ്മളൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ആൻസറിലേക്ക് പോകേണ്ടി വരും അല്ലേ? അതിനപ്പുറം നമുക്കിവിടെ സിനോണിംസ് പഠിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എത്രമാത്രം അത് ആ സെൻറ്റൻസ് വായിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിൻ്റെ എക്സാമ്പിളും കൂടിയാണ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിപ്രഷൻ ഈസ് എ മൂഡ് ഡിസോർഡർ that
കോസസ് എ ഡാഷ് ഫീലിംഗ് ഓഫ് സാഡ്നെസ് ആൻഡ് ലോസ് ഓഫ് ഇൻട്രസ്റ്റ്. എന്താണ് അവിടെ ഡിപ്രഷനെ പറ്റി? ഏത് വേർഡ് വെച്ചിട്ട് നമുക്ക് ഈ സെൻറ്റൻസിനെ മീനിങ് ഫുൾ ആക്കാൻ പറ്റും? ഒരു സെൻസിബിൾ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ വേഗം. എന്താ അവിടെ പറയാൻ പോകുന്നത്? ഡിപ്രഷൻ ഈസ് എ മൂഡ് ഡിസോർഡർ ദാറ്റ് കോസസ് എ ഡാഷ്. യെസ് രേഷ്മ വിജീഷ്, ഗുഡ് ഈവനിങ്. ശില്പ ബിപിൻ, യെസ്. അനീത അവിടെ ഒരു ആൻസർ പറഞ്ഞു, നെഗറ്റീവ് ഫീലിംഗ് ഓഫ് സാഡ്നെസ് ആണോ എന്ന് നമുക്ക് നോക്കാം. അവിടെ നെഗറ്റീവ് ഫീലിംഗ് വരും, അത് നിങ്ങൾക്ക് കൂടെ സജസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ഒരേ സമയത്ത് ഒന്നിലധികം വൊക്കാബുലറി ഒരേ വേർഡിൻ്റെ അതിൻ്റെ സിനോണിംസ് നമ്മൾ പഠിക്കുകയാണല്ലേ. ഒരു റിസ്ക്കും ഇല്ലാതെ നമ്മൾ പഠിക്കുകയാണ്. യെസ്, അനിതയ്ക്ക് മാത്രമേ അവിടെ സജഷൻസ് ഉള്ളൂ. അവിടെ ബാക്കിയുള്ളവരൊക്കെ എന്താ പറയാൻ പോകുന്നത്? ഇവിടെ എന്ത് പറയാൻ പറ്റും? കോസസ് എ ഡാഷ് ഫീലിംഗ് ഓഫ് സാഡ്നെസ്. എന്ത് ഫീലിംഗാണ്? സാഡ്നെസ്സിൻ്റെ എന്ത് ഫീലിംഗ് എന്ന് പറയാൻ പറ്റും നമുക്കവിടെ? അൺപ്രഡിക്റ്റബിൾ ഫീലിംഗ് എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ വാട്ട് എൽസ്? പെർസിസ്റ്റൻറ്റ് ഫീലിംഗ് ഓഫ് സാഡ്നെസ്. ഓക്കെ, പ്രീത തോമസിന് പെർസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. യെസ്, ഇനി എന്തൊക്കെ പറയാം അവിടെ? യെസ്, അപ്പം ഞാൻ ഉദ്ദേശിച്ച വേർഡും നിങ്ങളുടേതുമായിട്ട് കറക്റ്റായിട്ട് വരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഇത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ അവിടെ ലോജിക്കലി നമുക്ക് ഏത് വേർഡ് ഉപയോഗിച്ചിട്ടും അതിൻ്റെ മീനിങ് തെറ്റാത്ത രീതിയിൽ നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിൻ്റെ ആൻസറിൽ പെർസിസ്റ്റൻ്റ് തന്നെയാണ് ഞാനും അവിടെ ഉദ്ദേശിച്ച വേർഡ്, പെർസിസ്റ്റൻറ്റ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ പെർസിസ്റ്റൻ്റ് എന്ന് മാത്രമാണോ അവിടെ നമുക്കവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്? വേറെ എന്തൊക്കെ വേർഡ് പെർസിസ്റ്റൻറ്റിന് പകരം ഉപയോഗിക്കാം? ലിഷ ബിജോയ് ഇൻ്റർമീഡിയൻ്റ് പറയുന്നത്. പക്ഷേ ശരിക്കും ഡിപ്രഷനിൽ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഫീലാണ്, തീരുന്നില്ല. ആ സാഡ്നെസ് എന്നുള്ള ഫീൽ അങ്ങനെ നിൽക്കുന്നില്ല. അതാണ് ഡിപ്രഷൻ്റെ പ്രത്യേകത. അപ്പോൾ അവിടെ നമുക്ക് പെർസിസ്റ്റൻറ്റിന് പകരം കോൺസ്റ്റൻറ്റ് പറയാം, കണ്ടിന്യൂസ് പറയാം, അല്ലെങ്കിൽ ലാസ്റ്റിംഗ് അല്ലേ, ലാസ്റ്റിംഗ് എന്ന് പറയാം, നോൺ സ്റ്റോപ്പ് പറയാം, നെവർ എൻഡിങ് പറയാം. യെസ്, ഇതെല്ലാം അതിന് ഈക്വലൻ്റായിട്ടൊരു പെർസിസ്റ്റൻ്റ് എന്നുള്ള വേർഡിന് ഈക്വലൻ്റായിട്ട് വരുന്നതാണ്. യെസ്, അപ്പോൾ അവിടെ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഫീലിംഗ്, പെർസിസ്റ്റൻറ്റ് ഫീലിംഗ് ഓഫ് സാഡ്നെസ്, ഒരു കണ്ടിന്യൂസ് ഫീലിംഗ് ഓഫ് സാഡ്നെസ്. അപ്പോൾ ഞാനതിന് പകരം പറഞ്ഞ വേർഡെല്ലാം ഓർമ്മയുണ്ടല്ലോ. കോൺസ്റ്റൻറ്റ്, കണ്ടിന്യൂസ്, ലാസ്റ്റിംഗ്, നോൺ സ്റ്റോപ്പ്, നെവർ എൻഡിങ് എല്ലാം യൂസ് ചെയ്യാം. ഓക്കെ, മൂവിങ് ഓൺ ടു നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്ത് പറയാൻ പറ്റും ഇവിടെ? മോസ്റ്റ് പീപ്പിൾ വിത്ത് ഡിപ്രഷൻ ഫീൽ ബെറ്റർ വിത്ത് മെഡിക്കേഷൻ ഡാഷ് ഓർ ബോത്ത്. അവിടെ എന്തുകൂടെ കൊടുക്കാൻ പറ്റും മെഡിക്കേഷൻ്റെ കൂടെ? മോസ്റ്റ് പീപ്പിൾ, എല്ലാവരും ഇല്ല, മോസ്റ്റ് പീപ്പിൾ വിത്ത് ഡിപ്രഷൻ, മിക്കവാറും എല്ലാവരും അല്ലേ. ഫീൽ ബെറ്റർ വിത്ത് മെഡിക്കേഷൻ ഡാഷ് ഓർ ബോത്ത്. അവിടെ എന്ത് ഫീൽ ചെയ്യാൻ പറ്റും? യെസ്, അനിത പറഞ്ഞു കൗൺസിലിംഗ്. ഓക്കെ, സൈക്കോളജിക്കൽ സപ്പോർട്ട്, തെറാപ്പി, സിജി യോഗ, ലേഹ പറയുന്നു കെയർ. രേഷ്മ തെറാപ്പി. ഓക്കെ, നോക്ക്, നമുക്കറിയാം അല്ലേ, നമ്മുടെ ഒരു പ്രൊഫഷണൽ നോളേജ് വെച്ച് നോക്കുമ്പോൾ ഡിപ്രഷനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ. അവിടെ മെഡിക്കേഷൻ മാത്രമല്ല, വേറെ എന്തുകൂടിയുണ്ട്. അത്രയും മതി, അത്ര ആലോചിച്ചാൽ മതി. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈക്കോതെറാപ്പി യൂസ് ചെയ്യാം അല്ലേ, സൈക്കോതെറാപ്പി. അപ്പോൾ ഇതിന് പകരമായിട്ട് എന്തൊക്കെ ഉപയോഗിക്കാം എന്നല്ലേ? സൈക്കോതെറാപ്പി എന്ന് ഞാനൊരു ഫിക്സ്ഡ് വേർഡ് അവിടെ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാം സൈക്കോതെറാപ്പിക്ക് പകരം? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്തൊക്കെ ഉപയോഗിക്കാം സൈക്കോതെറാപ്പിക്ക് പകരം? എന്താണ് സൈക്കോതെറാപ്പി? ബിഹേവിയറൽ തെറാപ്പിയാണ് അല്ലേ. അപ്പം നമുക്കവിടെ വേണമെങ്കിൽ ഗ്രൂപ്പ് തെറാപ്പി, യെസ്, സൈക്കോളജിക്കൽ സപ്പോർട്ട് പറയാം, സൈക്കോളജിക്കൽ, യെസ്, സൈക്കോതെറാപ്പി, യെസ്, സൈക്കോ അനാലിസിസ് പറയാം, ബിഹേവിയറൽ തെറാപ്പി പറയാം, ഗ്രൂപ്പ് തെറാപ്പി പറയാം. ഓക്കെ, യെസ് സാഫല്യ, യെസ് റീന, മെൽവിൻ, ലിഷ, ബിജോയ്, സാഫല്യ, നിങ്ങളെല്ലാം റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടു നിങ്ങളുടെ റെസ്പോൺസസ്. ബിത, ശില്പ, മേരി ജോൺ, രേഷ്മ, ലേഹ, എല്ലാവരും. ഓക്കെ, താങ്ക് യു. നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ഓൾ ദോ ഡിപ്രഷൻ മേ ഡാഷ് ഓൺലി വൺസ് ഡ്യൂറിങ് യുവർ ലൈഫ്, പീപ്പിൾ
typically have multiple episodes. ശില്പ, അവിടെ എൻവയോൺമെൻറ്റൽ സപ്പോർട്ട് എന്ന് പറയുന്നതിനേക്കാളും ഈ സൈക്കോതെറാപ്പി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് തെറാപ്പി, അതിനകത്ത് കൂടുതലായിട്ടും എന്താ പറയുന്നത്, കൗൺസിലിംഗ് പോലുള്ള ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നതായിരിക്കും അവിടെ കുറച്ചും കൂടി നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഓൾദോ ഡിപ്രഷൻ മേ ഡാഷ് ഓൺലി വൺസ്. എന്താണ്? രേഷ്മ പറയുന്നു അഫക്റ്റ്. സന്ദീപ് ചന്ദ്രൻ്റെ ആൻസർ ഒക്വർ. സിജി മാത്യുവിന് അഫക്റ്റാണ്. സിജി സാജു ഒക്വർ. റിൻഡു ഒക്വർ. രഞ്ജു തോമസ് ഒക്വർ. ജിൻസി ജോൺസൺ അഫക്റ്റ് അല്ലേ? അഫക്റ്റും ഒക്വറൊക്കെയാണ് കൂടുതലും വന്നത്. ലേഹയ്ക്കും ഒക്വറാണ്. ബബിതക്ക് പ്രസൻറ്റ്. യെസ്. പ്രസീതക്കും അവിടെ ഒക്വേഴ്സാണ്. അവിടെ മേ എന്ന് വന്നതുകൊണ്ട് യെസ് ഫോമിൻ്റെ ആവശ്യം അവിടെ വരുന്നുണ്ടോ? ഇല്ല. അവിടെ യെസ് വേർബിൻ്റെ യെസ് ഫോം ആവശ്യമില്ല. മേ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുള്ളൂ? ഫസ്റ്റ് ഫോം യൂസ് ചെയ്യുള്ളൂ അല്ലേ? അവിടെ മേ ഒക്വർ, അതായിരിക്കും എളുപ്പം നല്ലത്. മേ ഒക്വർ. ഒക്വറിന് പകരം ഹാപ്പൻ ഉപയോഗിക്കാം. ശരിയാണ്. അവിടെ ഹാപ്പനും ഡെവലപ്പൊക്കെ പറഞ്ഞത് ശരിയാണ്. ഹാപ്പൻ പറയാം, ഡെവലപ്പ് പറയാം, എറൈസ് പറയാം, ടേക്ക് പ്ലേസ് പറയാം. യെസ്, പാർവതിക്കും ഒക്വറാണ് കേട്ടോ. അപ്പം നിങ്ങൾ വേർബ് ഫോം കൂടെ നോക്കണം അവിടെ എന്താ വന്നിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അവിടെ മേ ആയത് കാരണം നമുക്ക് എന്ത് പറയാം? മേ ഒക്വേഴ്സ് വരുമോ? ഇല്ല. മേ ഒക്വർ ഓൺലി വൺസ് ഡ്യൂറിങ് യുവർ ലൈഫ്. പീപ്പിൾ ടിപ്പിക്കലി ഹാവ് മൾട്ടിപ്പിൾ എപ്പിസോഡ്സ്. അപ്പോൾ അവിടെ ഒക്വറാണ്. ഒക്വറിന് പകരം ഹാപ്പൻ, എറൈസ് ഒക്കെ യൂസ് ചെയ്യാം. ടേക്ക് പ്ലേസ്, ഡെവലപ്പ് ഒക്കെ ഉപയോഗിക്കാം. ഓക്കെ. യെസ്, ജിസ്മി ജോസഫ്. വേർബ് 1 തന്നെയാണ്. വേർബ് 1ൻ്റെ തന്നെ യെസ്. V1 എസ് അല്ല, V1 യെസ്. കോമൺ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ ഇൻ ചിൽഡ്രൻ ആൻഡ് ടീനേജേഴ്സ് ആർ ഡാഷ് ടു ദോസ് ഓഫ് അഡൾട്ട്സ്. കണ്ടോ? ബട്ട് ദെയർ ക്യാൻ ബി സം ഡിഫറൻസസ്. അത് എന്താ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസ്? ഫുൾ സെൻറ്റൻസ് വായിച്ചിട്ട് വേണം നമ്മളവിടെ വേർഡ് ചൂസ് ചെയ്യേണ്ടത്. കോമൺ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ ഇൻ ചിൽഡ്രൻ ആൻഡ് ടീനേജേഴ്സ് ആർ ഡാഷ് ടു ദോസ് ഓഫ് അഡൾട്ട്സ് ബട്ട് ദെയർ ക്യാൻ ബി സം ഡിഫറൻസസ്. യെസ്, അതിൻ്റെ ആൻസർ കുറേ തുടങ്ങിയല്ലേ? പറഞ്ഞു തുടങ്ങി നിങ്ങൾ. സൗമ്യ സിമിലർ എന്ന് പറയുന്നു. രേഷ്മ വിജീഷിന് സിമിലർ എന്ന് പറയുന്നു. ഓക്കെ, സിമിലർ. ഇഫ് സിമിലർ ഈസ് ദ റൈറ്റ് ആൻസർ, വേറെ ഏതൊക്കെ വേർഡ് അവിടെ യൂസ് ചെയ്യും? ഒന്ന് പറഞ്ഞേ. സിമിലറാണ് ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. സിമിലർ ടു ദോസ് ഓഫ് അഡൾട്ട്സ്. യെസ്. സിമിലറിന് പകരം യെസ് അവിടെ ആരോ ദ സെയിം. യെസ്, ദ സെയിം അല്ലെങ്കിൽ റിലേറ്റഡ്. ഓക്കെ, നമുക്ക് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ കമ്പയർ ചെയ്യാം എന്നുള്ള അർത്ഥമാണ്. സെയിം എന്നുള്ളതാണ്. യെസ്. ലൈക്ക് പറയാം അല്ലേ? ലൈക്ക് ഒരേപോലെ. അല്ലെങ്കിൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ, അതിനെ വേർതിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? രണ്ടും സെയിം ആണെന്നുള്ള മീനിങ്ങിൽ അല്ലേ? മാച്ചിങ്, കമ്പയറബിൾ ടു എന്നൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അവിടെ നമുക്ക് സിമിലറാണ്. സിമിലറിന് പകരം ദ സെയിം എന്ന് ഉപയോഗിക്കാം. ടീനേജേഴ്സ് ആർ ദ സെയിം ടു ദോസ് ഓഫ് അഡൾട്ട്സ് ബട്ട് ദെയർ ക്യാൻ ബി സം ഡിഫറൻസസ് അല്ലേ? അല്ലെങ്കിൽ ആർ ലൈക്ക് ടു ദോസ് ഓഫ് അഡൾട്ട്സ്. ലൈക്ക് എന്ന് വെച്ചാൽ സെയിം ആണ്. അല്ലെങ്കിൽ ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ, തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിനർത്ഥം എന്താ? ദേ ആർ സെയിം. റിലേറ്റഡ് ടു ദോസ്, റിലേറ്റഡ് പറയാം. അല്ലെങ്കിൽ കമ്പയറബിൾ ആണെന്ന് പറഞ്ഞാലും എന്താണ്? ഐഡൻറ്റിക്കൽ ആണ്. പിന്നെ സിമിലറും ഐഡൻറ്റിക്കലും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഐഡൻറ്റിക്കൽ എന്ന് പറയുമ്പം ഇൻ എവറി ആസ്പെക്റ്റ് എല്ലായിടത്തും അത് സെയിം ആയിരിക്കണം. എല്ലാം കൊണ്ടും സെയിം ആയിരിക്കണം കേട്ടോ. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 5. Depression is not a dash part of growing older. It should never be taken lightly. നോക്ക്, ഡിപ്രഷൻ ഈസ് നോട്ട് എ ഡാഷ് പാർട്ട് ഓഫ് ഗ്രോയിങ്. അവിടെ എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും.
ലൈഫ്. സന്ദീപ് എന്താ പറഞ്ഞത്? ലൈഫ്. ലേഹ പറയുന്നു കോമൺ പാർട്ട് ഓഫ്. യെസ്, നോക്കാം നമുക്ക്. സിഗ്നിഫിക്കൻ്റ് പറയാം. യെസ്. ബിഗ്. ഇൻറ്റഗ്രൽ. ആൻസി പറയുന്നു ഇൻറ്റഗ്രൽ. ഷൈനി പറയുന്നു കോമൺ. സൗമ്യ ജോസഫ് സിഗ്നിഫിക്കൻറ്റ്. മേരി ജോൺ ബിഗ്. ഷൈനി ഈപ്പൻ കോമൺ. സാഫല്യ ഇമ്പോർട്ടൻറ്റ്. ദീപ്തി സരൽകുമാർ നോർമൽ. അലീന ഷാജി മേജർ. പ്രീത തോമസ് ക്രൂഷ്യൽ. അഞ്ജു ചാക്കോ കോമൺ. യെസ്, നോക്കാം നമുക്ക്. നിങ്ങൾ പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒരുപോലെയാണെന്നുള്ളത്. നോർമൽ ആയാലോ? നോർമൽ എന്നുള്ള വേർഡായാലോ? ഡിപ്രഷൻ ഈസ് നോട്ട് എ നോർമൽ പാർട്ട് ഓഫ് ഗ്രോയിങ് ഓൾഡർ അല്ലേ? ആൻഡ് ഇറ്റ് ഷുഡ് നെവർ ബി ടേക്കൺ ലൈറ്റ്ലി. അതൊരു നോർമൽ അല്ല. ഇപ്പം നമ്മൾ വെൻ വി ഗ്രോ ഓൾഡർ ഇവിടെ ഡിപ്രഷൻ വേണം എന്നുള്ളതൊരു നോർമൽ അല്ല. അത് യൂഷ്വലായിട്ടുള്ളൊരു സംഭവം അല്ല. അപ്പോൾ അവിടെ നോർമലിന് പകരം നമുക്കിനി എന്തൊക്കെ ഉപയോഗിക്കാം? യൂഷ്വൽ ഉപയോഗിക്കാം ഡെഫിനറ്റ്ലി. പാർവതിക്ക് അവിടെ നോർമലാണ്. സിജിക്ക് യുണീക്ക്. രഞ്ജുവിന് മേജർ. ബിന്ദു തോമസിന് ഡിസോർഡർ. നോക്കാം. കാർത്തിക് വൈറ്റൽ. സിജിക്ക് ഇൻറ്റഗ്രൽ. അഞ്ജു ചക്കോ കോമൺ. നോക്ക്, അവിടെ നോർമൽ അല്ലേ? നോർമൽ അല്ല. അത് ഇറ്റ്സ് നോട്ട് എ നോർമൽ പാർട്ട് ഓഫ്. അതൊരു യൂഷ്വലായിട്ടുള്ള ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ യൂഷ്വൽ ഉപയോഗിക്കാം. പിന്നെ വേറെ എന്തൊക്കെ ഉപയോഗിക്കാം? ഓർഡിനറി പാർട്ട് ഓഫ് ഗ്രോയിങ് ഓൾഡർ അങ്ങനെ ഉപയോഗിക്കാം. ടിപ്പിക്കൽ പറയാം. റെഗുലർ പറയാൻ പറ്റും. കോമൺ, സ്റ്റാൻഡേർഡ് ഇതെല്ലാം പറയാൻ പറ്റും. അതത്ര സ്റ്റാൻഡേർഡ് അല്ല, റെഗുലർ അല്ല, ടിപ്പിക്കൽ അല്ല, നോർമൽ അല്ല അല്ലേ? അപ്പം നമ്മുടെ വൊക്കാബുലറി ബൂസ്റ്ററിലെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം അല്ലേ? ഇന്നും പാർട്ട് ബി. എപ്പോഴും പാർട്ട് സിയിലെ കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ വിട്ടിട്ട് പാർട്ട് ബി അല്ലേ? OET റീഡിങ്ങിൻ്റെ പാർട്ട് ബിയിൽ. പാർട്ട് ബി ചാലഞ്ചിങ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ബിയിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് 9 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് OET നമ്മളോട് ആവശ്യപ്പെടുന്നത്. OET പറയുന്നത് യു നീഡ് 35 മിനിറ്റ്സ് ടു കംപ്ലീറ്റ് പാർട്ട് സി. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കറിയാം 45-ൽ നിന്ന് 35 പാർട്ട് സി ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇവിടെ 10 മിനിറ്റ്സേ ഉള്ളൂ അല്ലേ? അവരുടെ കണക്ക് പ്രകാരം 6 ഇൻറ്റു 1.5 മിനിറ്റ്സ്, അങ്ങനെ 9 മിനിറ്റ്സ്. നമ്മുടെ ഒരു കംഫർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈം എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 1 മിനിറ്റ് 9 + 1 10 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട പാർട്ടാണ് ഏത്? പാർട്ട് ബി അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ 10 മിനിറ്റിൽ 3 ഓപ്ഷൻസ് എന്ന് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിപ്പം നമ്മുടെ കോണ്ടൻറ്റ് വലുതായതുകൊണ്ട് നമ്മൾ 2 സ്ലൈഡിലായിട്ടാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇപ്പുറത്താണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ആദ്യം ഞാനൊന്ന് ഒരു റൗണ്ട് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസിയാണ്. യെസ് പാർവതി. യെസ് മീന PT. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് അസ്. ഓക്കെ, ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസിയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ പറഞ്ഞിട്ട് കുറച്ച് പോയിൻറ്റ്സൊക്കെ കീ പോയിൻറ്റ്സ് അല്ല, കീ സ്റ്റെപ്സ് ഉണ്ട് അവിടെ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യനെ പറ്റി ഒരു ഐഡിയ കിട്ടുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. കാരണം ക്വസ്റ്റ്യൻ അറിഞ്ഞുകൊണ്ട് ആൻസറിലേക്ക് പോകുന്നതും ഒരു പിടിയില്ലാതെ വായിച്ചിട്ട് വന്ന് നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു പോയിന്റിൽ ക്വസ്റ്റ്യനിലെ ആ ഒരു കീവേഡ് ഫോക്കസ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദ എബവ് ഗൈഡ് ലൈൻസ്. അപ്പോൾ ഗൈഡ് ലൈൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എപ്പോഴും കാൻഡിഡേറ്റിനോട് പറയുന്നൊരു കാര്യം, നമ്മൾ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ആദ്യം തന്നെ ടൈപ്പ് ഓഫ് ഡോക്യുമെൻ്റ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഗൈഡ് ലൈനാണ്. അപ്പോൾ വാട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അല്ലേ? ഈ ഗൈഡ് ലൈൻ്റെ ഉപയോഗം എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ആൻസറിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. അപ്പോൾ ഗൈഡ് ലൈൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് പ്രൊസീജിയർ ചെയ്യണമെന്നുണ്ടെങ്കിലും വി ഹാവ് ടു ഫോളോ ദ പ്രോട്ടോക്കോൾ അല്ലേ? അവിടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ചെയ്യണം. ദ ഒഫീഷ്യൽ വേ ഓഫ് ഡൂയിങ് സംതിങ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാതെ ഒതൻറ്റിക്കായിട്ട് അവിടെ ഒരു റെക്കഗ്നൈസ്ഡ് വേ ഉണ്ട്. ഒരു എന്താണ് എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് റൂൾസ് ഉണ്ടാവും ആൻഡ് വി ഹാവ് ടു ഫോളോ ഇറ്റ്. ഇതാണ് ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി കുറച്ച് ഇവിടെ ഗൈഡ് ലൈൻ തന്നിട്ടുണ്ട്, കുറച്ച് റൂൾസൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പർപ്പസ്? ഈ ഒരു ഗൈഡ് ലൈനിലൂടെ നമുക്ക് എന്താണ്, നമ്മളിലേക്ക് എന്ത് മെസ്സേജാണ് അവിടെ കൺവേ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നു. ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോർമുലേറ്റിംഗ് ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസി ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയ. Healthcare workers are at a higher risk of contracting infectious disease than other workers.
ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസി പ്രിവെൻറ്റ്സ് ഡിസീസ് ട്രാൻസ്മിഷൻ ആൻഡ് എൻഷുവേഴ്സ് ദ സേഫ്റ്റി ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് പിടികിട്ടി. നൗ എന്താ ചെയ്യേണ്ടത്? റീഡിങ് ടൈമാണ്. ജസ്റ്റ് പോളിസി വായിക്കുക, ആ പോളിസിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുക. പർപ്പസാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനകത്ത് കേട്ടോ. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദ എബവ് ഗൈഡ് ലൈൻസ്? അപ്പം ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പാരഗ്രാഫിലല്ലേ. അഡ്വാൻറ്റേജസ് ഉണ്ടോ, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ, എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കണം. അവിടെ ജിൻസിയും പ്രസീതയും ഓൾറെഡി ആൻസർ അവിടെ സി എന്ന് ഇട്ടിട്ടുണ്ട് അല്ലേ. നിങ്ങൾ ഇത്ര പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞു. ഓക്കെ, 1.5 മിനിറ്റ്സാണ്. യെസ്. An infectious disease policy is a set of guidelines, rules and regulations that establish the importance of disease control and how to prevent an outbreak. Healthcare workers have a higher risk of contact with infectious disease than most other industries. It comes with the territory. An infectious disease policy keeps your employees prepared and informed on best practice and regulations. This prevents disease from spreading, keeps healthcare workers safe and protects your organization from liability. There are several key points to developing your infectious disease policy. Key points പറയുന്നത് എന്തൊക്കെയാണ്? ഐഡൻറ്റിഫൈ നോൺ റിസ്ക്, പ്ലാൻ ഫോർ അൺനോൺ റിസ്ക്, ക്രിയേറ്റ് എ കമ്മ്യൂണിക്കേഷൻ പ്ലാൻ, അസൈൻ റോൾസ്, കംപ്ലൈ വിത്ത് റെഗുലേഷൻസ്. ട്രെയിൻ യുവർ എംപ്ലോയീസ്. ഇനി നോക്കാം അല്ലേ, നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞു. ജസ്റ്റ് നോക്കിക്കേ, ഇതിനകത്ത് ഏതെടുക്കും? സിഗ്നിഫിക്കൻസ് ഓഫ് ഫോർമുലേറ്റിംഗ് ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസി ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയ ആണോ? ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആർ അറ്റ് എ ഹയർ റിസ്ക് ഓഫ് കൺട്രാക്ടിങ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ദാൻ അതർ വർക്കേഴ്സ് ആണോ? ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസി പ്രിവെൻഷൻ, ട്രാൻസ്മിഷൻ, ഇതിലേതെടുക്കാൻ പറ്റും? സിജിക്ക് സി ആണല്ലേ. എനിക്കൊന്ന് നിങ്ങളിപ്പം ആൻസർ ചെയ്ത കുറേ പേര് ഞാൻ നോക്കട്ടെ. ശില്പയ്ക്ക് സി ആണ്, ലേഹയ്ക്ക് സി ആണ്, സിജി മാത്യു, ശില്പ, വിപിൻ, റുബീന, പ്രസീത, ജിൻസി, എല്ലാവർക്കും സി ആണ് അല്ലേ. ആരും മാറ്റി പറഞ്ഞിട്ടില്ല. ലേഹ, സന്ദീപ് ചന്ദ്രൻ, ലിനു മരിയ, പ്രീത തോമസ്, ലിഷ, ബിജോയ്, ഷീജമോൾ ജോസഫ്, എല്ലാവരും എന്താ പറയുന്നത്, എക്ക് കണ്ടേനെ അല്ലേ. സി എന്നുള്ളൊരു ആൻസറിലേക്ക് പോകുന്നു. ഇനിയും ഞാൻ സ്ലൈഡ് മാറ്റുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി നോക്കാം. അഞ്ജുനും സി തന്നെയാണ്. അപ്പോൾ ഇത്രയും പേര് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. കുറച്ച് പേർ കൂടെ അതിനകത്തുനിന്ന് പാർട്ടിസിപ്പേറ്റ്. ജിൻസി പറയുന്നു എ ആണ്. ഒരാളവിടെ എ എന്നുള്ള ആൻസർ കേട്ടോ. ഞാൻ ഒരെണ്ണേ കണ്ടുള്ളൂ. ലിജിക്ക് സി ആണ്. നിങ്ങൾ ചുമ്മാ ഇത് കാണുമ്പോൾ ഒരു പ്രാക്ടീസ് സെഷനാണ്. നിങ്ങളൊരു റെഡി മെറ്റീരിയൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ റീഡിങ് പ്രാക്ടീസ് ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ റീഡിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പ്രാക്ടീസ് അല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല നമ്മുടെ മുന്നിൽ. ഞാൻ പറഞ്ഞല്ലോ, വൊക്കാബുലറി സ്കില്ലോ ലാംഗ്വേജ് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള സ്കില്ല് കൊണ്ട് മാത്രം നമുക്ക് റീഡിങ് എന്താ പറയുക, നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാമെന്നോ റീഡിങ് അത്ര ഈസിയാക്കി മാറ്റാമെന്നോ പറ്റില്ല. അതിൻ്റെ പ്രത്യേകം നമുക്കൊരു ലോജിക്കൽ തിങ്കിങ് ആവശ്യമാണ് അല്ലേ. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് നമുക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആക്കാനേ പറ്റുള്ളൂ. യെസ്. അപ്പം ഞാൻ ജോൺ മാത്യു, ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ് ജോൺ. ഇതിനകത്ത് ശരിക്കുള്ള ആൻസർ എ ആണ്. ബി ഞാൻ എലിമിനേറ്റ് ചെയ്യും. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോട്ട് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. നോക്ക്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓപ്ഷൻസ് ചാലഞ്ചിങ് ആണ്. കാരണം ട്രൂ ആണ് ഓപ്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. നമ്മുടെ ഡോക്യുമെൻറ്റിൽ വന്നിട്ടുണ്ട് എന്ത്? ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആർ അറ്റ് എ ഹയർ റിസ്ക് ഓഫ് കൺട്രാക്ടിങ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ദാൻ അതർ വർക്കേഴ്സ്. ഇതെവിടെ പറയുന്നുണ്ട്? നമ്മുടെ തേർഡ് ലൈനിലുണ്ട്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹാവ് എ ഹയർ റിസ്ക് ഓഫ് കോൺടാക്ട് വിത്ത് ഇൻഫെക്ഷ്യസ് ഡിസീസ് ദാൻ മോസ്റ്റ് അതർ ഇൻഡസ്ട്രീസ്. മറ്റ് ഫീൽഡിലുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യത ഹെൽത്ത് കെയർ വർക്കേഴ്സിന് എന്താണ്? ഹയർ റിസ്ക് കൂടുതലാണ് അല്ലേ. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് എന്താ? പർപ്പസ് ഓഫ് ദ ഗൈഡ് ലൈൻ. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗൈഡ് ലൈൻ നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുക അല്ലേ. ഒരു വർക്ക് പ്ലേസ് റിലേറ്റഡ് ടെക്സ്റ്റ് ആണല്ലോ. ഈ ഒരു ടെക്സ്റ്റ് നമ്മുടെ കയ്യിൽ വരുമ്പോൾ ആസ് എ ഹെൽത്ത് കെയർ വർക്കർ നിങ്ങളിത് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണോ? ഹെൽത്ത് കെയർ വർക്കർക്ക് മറ്റുള്ളവരെക്കാളും ഇൻഫെക്ഷ്യസ് ഡിസീസ് കൺട്രാക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ അവർക്കാണ് ഹൈ റിസ്ക്. അതാണോ ഇതിൻ്റെ ഉദ്ദേശം? പർപ്പസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മളിലേക്ക് പാസ് ചെയ്യുന്ന മെയിൻ ഇൻഫർമേഷൻ അതാണോ? നമ്മൾ നോക്കേണ്ട ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് മാച്ച് ചെയ്യുന്ന പർപ്പസ് ഇതാണോ? അത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, പക്ഷേ പർപ്പസ് അല്ല. ഇനി എ അവിടെ നിൽക്കട്ടെ. എ നമ്മുടെ റൈറ്റ് ആൻസറാണ്. സിയും ഞാനവിടെ റോങ് ആണെന്ന് പറയും. കാരണം
സിക്കകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസി പ്രിവെൻറ്റ്സ് എന്ത്? ഡിസീസ് ട്രാൻസ്മിഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ശരിയാണ്. ആൻഡ് എൻഷുവേഴ്സ് ദ സേഫ്റ്റി ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഇത്രേ ചെയ്യുന്നുള്ളൂ? അല്ല. ദിസ് പ്രിവെൻറ്റ്സ്, അതായത് ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസി പ്രിവെൻറ്റ്സ് ഡിസീസ് ഫ്രം സ്പ്രെഡിങ്, കീപ്സ് ദ ഹെൽത്ത് കെയർ വർക്കേഴ്സ് സേഫ്. ആണോ? അത്രയേ ഉള്ളോ? ആൻഡ് പ്രൊട്ടക്റ്റ് യുവർ ഓർഗനൈസേഷൻ ഫ്രം ലയബിലിറ്റി. അതും കൂടിയല്ലേ, നമ്മുടെ ഓർഗനൈസേഷനെ ലയബിലിറ്റിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേ അത് ഇൻകംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നു. എന്തായാലും അത് അതിൻ്റെ പർപ്പസ് അല്ല. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താ? അവിടെ ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസി അവിടെ ഉണ്ടായിരിക്കണം. എല്ലാ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്ഥലത്തും എന്ത് വേണം? ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസി ഉണ്ടായിരിക്കണം, അല്ലേ? എന്നിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഉണ്ടെങ്കിൽ എന്തെല്ലാം അഡ്വാൻറ്റേജ് ഉണ്ടിട്ട് താഴെ പറയാണ്, ദെയർ ആർ സെവറൽ കീ സ്റ്റെപ്സ് ടു ഡെവലപ്പിംഗ് യുവർ ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസി. നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് കീ സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഐഡൻറ്റിഫൈ നോൺ റിസ്ക്, പ്ലാൻ ഫോർ അൺനോൺ റിസ്ക്. ഇതെല്ലാം ആ പോളിസിയിൽ വരേണ്ടതാണ്. ക്രിയേറ്റ് എ കമ്മ്യൂണിക്കേഷൻ പ്ലാൻ, അസൈൻ റോൾസ്, കംപ്ലൈ വിത്ത് റെഗുലേഷൻസ്, ട്രെയിൻ യുവർ എംപ്ലോയീസ്. ഇതൊക്കെയാണ് കീ. ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻഫെക്ഷ്യസ് പോളിസി ആയിരിക്കണം. അതല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോർമുലേറ്റിംഗ്, അല്ലെ, ഡിസൈനിങ്, പ്രിപ്പയറിങ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസി. എങ്ങനെ? നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതിയോ? ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് റൂൾസ് ഫോർമുലേറ്റ് ചെയ്താൽ മതിയോ? അല്ല. ബേസ്ഡ് ഓൺ, എന്തിൻ്റെ ബേസിലാണ്? പ്രീ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയ. അവിടെ മുൻകൂട്ടി തീരുമാനിച്ച് ക്രൈറ്റീരിയ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. കീ സ്റ്റെപ്സ് ടു ഡെവലപ്പിംഗ് യുവർ ഇൻഫെക്ഷ്യസ്. ഈ ക്രൈറ്റീരിയയുടെ ബേസിൽ ഇതെല്ലാം അവിടെ ഇൻക്ലൂഡ്. പ്ലാൻ ഫോർ അൺനോൺ, നോൺ റിസ്ക്, അസൈൻ റോൾസ്, കംപ്ലൈ വിത്ത് റെഗുലേഷൻസ്. അപ്പം നമുക്ക് അവിടെ എന്ത് വരുന്നു? അല്ലേ, അവിടെ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസി വേണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസും അത് എങ്ങനെയായിരിക്കണം, എങ്ങനത്തെ പോളിസി ആയിരിക്കണം? ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയ. ഈ കീ സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോളിസി ആയിരിക്കണം, അല്ലേ? അതല്ലേ കുറച്ചും കൂടി. എപ്പോഴും നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഏതാണ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വണ്ണിലേക്ക് നമ്മൾ പോകേണ്ടത്, അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനും എന്ത് തന്നെയായിരുന്നു? പർപ്പസാണ് ഗൈഡ് ലൈൻ്റെ. ഈ ഗൈഡ് ലൈൻ്റെ പർപ്പസ് എന്താണ്? രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ. ഒന്ന്, എല്ലാ ഓർഗനൈസേഷനിലും ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസിയുടെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് അവിടെ പറയുന്നുണ്ട്. അതെങ്ങനെയായിരിക്കണം, എങ്ങനത്തെ പോളിസി ആയിരിക്കണം? ബേസ്ഡ് ഓൺ ആ ഒരു കീ സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രീ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്സിനെയാണ്, അല്ലേ? അതല്ലേ അവിടെ വന്നിരിക്കുന്നത്. ബി, സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് ബട്ട് നോട്ട് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. പർപ്പസ് അല്ല അത്, അല്ലേ? പർപ്പസ് ആണോ ഇത്? ഈ ഒരു ഗൈഡ് ലൈൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഹെൽത്ത് കെയർ വർക്കർക്ക് ബാക്കി വെൻ കമ്പയർ ടു അതർ വർക്കേഴ്സ് അവർക്ക് ഒരു ഹൈ റിസ്ക് ഉണ്ടെന്ന് പറയാനാണോ ഇത്? അല്ല. ഇവിടെ വന്നപ്പോഴത്തേക്ക് സി വന്നപ്പോഴത്തേക്ക് എന്തായി? ഇൻകംപ്ലീറ്റ് ആയി. അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇറ്റ് പ്രിവെൻറ്റ്സ് ഡിസീസ് ഫ്രം ട്രാൻസ്മിഷനും എൻഷുർ ദ സേഫ്റ്റി ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സും അത്രയും ശരിയാണ്. പക്ഷേ അവിടെ ഒരു മെയിൻ പോയിൻറ്റും കൂടെ ഉണ്ട്. എന്ത് ചെയ്യുന്നു അവിടെ? ആൻഡ് പ്രൊട്ടക്ട്സ് യുവർ ഓർഗനൈസേഷൻ ഫ്രം ലയബിലിറ്റി, അല്ലേ? അതവിടെ ഇൻക്ലൂഡഡ് ആയോ? ലയബിലിറ്റിയിൽ നിന്നും ഓർഗനൈസേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അതും കൂടെ അവിടെ വരണ്ടേ. അപ്പോൾ അതൊരു ഇൻകംപ്ലീറ്റ് ഐഡിയയിലേക്ക് പോയി ഇവിടെ. ഇത് ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് അല്ല. ഇതിനെ നമുക്ക് പർപ്പസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ബി ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, പക്ഷേ പർപ്പസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ പർപ്പസ് എന്താണ്? അവിടെ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് പോളിസി ഫോർമുലേറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ്, അല്ലേ? അതിൻ്റെ ഇമ്പോർട്ടൻസും അത് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയ. ആ പ്രീ ഡിറ്റർമിൻഡ് ക്രൈറ്റീരിയ അവിടെ കീ സ്റ്റെപ്സ്. കീ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം, അല്ലേ? സെൻട്രൽ, മെയിൻ. ഇത് ഏറ്റവും മെയിനായിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ അവിടെ? അത് നമുക്ക് നമ്പർ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം ഗൈഡ് ലൈൻ ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. ഹോപ്പ് നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ എ എങ്ങനെ ട്രൂ ആയി? ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ ഇതിനകത്ത്? ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. കാരണം നമ്മൾ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമാണല്ലേ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷനോ, ഇപ്പോൾ ഒരു ഓഫ്ലൈൻ ഫേസ് ടു ഫേസ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ മാനറിസത്തിലൂടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കത് പിടിയിട്ടിട്ടുണ്ടെന്നുള്ളത്. പിടി കിട്ടിയില്ലെങ്കിലും വേഗം മനസ്സിലാവും, അല്ലേ? ഒരാൾക്ക് മനസ്സിലായില്ലെങ്കിലും നമുക്ക് അതറിയാൻ പറ്റും. പക്ഷേ ഇവിടെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങളുടെ റെസ്പോൺസ് ത്രൂ ഇങ്ങനത്തെ കമൻറ്റ് ബോക്സിലുള്ള മെസ്സേജ് മാത്രം കൊണ്ടേ ഉള്ളൂ. യെസ്, ഓക്കെ. ഇപ്പോൾ കുറേ പേര് പറഞ്ഞു ക്ലിയറായി. ശ്രുതി മോളും, ജോൺ മാത്യു, ഷീജ മോൾ, ഷിജി, ശില്പ, പ്രീത, എല്ലാവർക്കും ക്ലിയറായി. ഓക്കെ. യെസ് സിജി, നിങ്ങൾ ഒരേ പേരുള്ള തന്നെ കുറേ ആൾക്കാരുണ്ടല്ലേ. സിജി തന്നെ 2 സിജി ഉണ്ട്. ഓക്കെ, യെസ്. അപ്പം നമുക്ക് പോയിക്കൂടെ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയിക്കൂടെ?
യെസ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ഒരു പ്രൊസീജിയറാണ് എപ്പിസിയോട്ടമി. യെസ്, എപ്പിസിയോട്ടമി എന്താ പ്രൊസീജിയർ ഇവിടെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനും കൂടെ നോക്കാം. എപ്പോഴും പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് നമ്മുടെ ഡോക്യുമെൻ്റ് വായിക്കുന്നതായിരിക്കും എളുപ്പം. കാരണം ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. അവർക്ക് എന്താണ്, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ പർപ്പസാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബ്രെയിനിൽ പർപ്പസ് എന്നുള്ള വേർഡ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ ഡോക്യുമെൻ്റ് വായിക്കുമ്പോൾ ഓരോ ലൈനും ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഓരോ ഐഡിയയും വായിക്കുമ്പോൾ നമ്മളവിടെ കമ്പയർ ചെയ്യും. നമ്മളറിയാതെ ഒരു ബ്രെയിൻ പ്രോസസ്സ് അവിടെ നടക്കുകയാണ്. ഇതാണോ പർപ്പസ്, ഈസ് ദിസ് ദ പർപ്പസ് അല്ലേ? അങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എപ്പിസിയോട്ടമി എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ഡസ് ദിസ് എക്സ്ട്രാക്ട് ടോക്ക് അബൌട്ട് അല്ലേ? ഒന്നുമില്ല, ടോക്ക് അബൌട്ട് എന്ന് വെച്ചാൽ എന്താ, ഡിസ്കസ്. ഇതിനകത്ത് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാവണം. നമ്മൾ മെൻഷൻ ചെയ്യുന്നതിന് ഡിസ്കസ് എന്ന് പറയില്ല അല്ലേ? ഡിസ്കസ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് അക്കൗണ്ട് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ ഡിസ്കസ് ആവത്തുള്ളൂ അല്ലേ? അതായത് ഒരു മെയിൻ ഐഡിയയും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ തന്നാൽ നമുക്കതിനെ ഡിസ്കസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്, അത് പിന്നെ നോക്കാം. വായിച്ചിട്ട് വരാം നമുക്ക്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ അല്ലേ? കോണ്ടൻറ്റ് ക്ലിയർ ആണ്? നിങ്ങൾക്ക് സ്ക്രീൻ ക്ലിയർ അല്ലേ? നന്നായി വായിക്കുക. Episiotomy. Interprofessional interaction during and after an episiotomy plays a crucial role in achieving the best standard of care for women and their unborn babies. Before performing an episiotomy, it is imperative to obtain consent from the patient and provide education, if time permits, as it can be considered as an unnecessary procedure for assisting delivery. Clear communication about the risk, benefit and alternatives for episiotomy is necessary. The nurse role is critical before, during and after performing the episiotomy procedure. During the pre-procedure period, the nurse should make sure that the patient is well informed. The nurse should address any concerns or uncertainties the patient might have about the episiotomy procedure. The nurse should record the patient's vital signs in the medical chart and ascertain they are appropriate. If there is any untoward change in the vital signs, she should immediately get back to the clinician and document the findings. The nurse ensures that the necessary tools needed to perform the episiotomy are available and ready for use. പ്രൊസീജിയർ എന്താണെന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ നേഴ്സ് മേക്ക് ഷുവർ ചെയ്യേണ്ടത് അല്ലേ? എന്ത് അഡ്രസ്സ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പം ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഒരുവിധം ക്ലിയർ ആയെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കിയിട്ട് വീണ്ടും തിരിച്ചു വരാം. ഓപ്ഷൻ ഒന്ന് നോക്കാം. Collaboration among professionals is crucial for providing optimal care to women and their unborn offspring during and after an episiotomy. B പറയുന്നത് it is vital to gain patient consent and educate the patient before conducting an episiotomy. സിയിൽ പറയുന്നു interprofessional interaction during and after an episiotomy improves the quality of treatment for women and their unborn offspring. ഓപ്ഷൻ നല്ലതായിട്ട് നോക്കിക്കേ, എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും പാസേജിലേക്ക് വരാം. യെസ്, അവിടെ സന്ദീപ് ബി എന്ന് പറഞ്ഞു. ബി എന്ന് പറയുന്നത് വൈറ്റൽ ടു ഗെയിൻ പേഷ്യൻറ്റ് കൺസെൻറ്റ് ആൻഡ് എഡ്യൂക്കേറ്റ് ദ പേഷ്യൻറ്റ് ബിഫോർ കണ്ടക്ടിങ് ആൻ എപ്പിസിയോട്ടമി. ഓക്കെ, അടുത്ത ആൾ ബി എന്ന് തോന്നുന്നുണ്ടോ? യെസ്, ഷീജമോൾ ജോസഫിനും ബി ആണ്. നോക്ക്, നമ്മളിത് കുറേ പേര് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് എന്താ പറയുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനകത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങളത് എങ്ങനെ അറ്റൻഡ് ചെയ്യും അല്ലേ? ഒരു ട്രൈ അവിടെ നടത്താം, ഒരു അറ്റംപ്റ്റ് നിങ്ങൾക്ക് അവിടെ നടത്താം. ശരിയോ തെറ്റോ ഡസൻറ്റ് മാറ്റർ. ശരിയാണെങ്കിൽ ബി ഹാപ്പി, തെറ്റാണെങ്കിൽ ബി ഹാപ്പി. എന്ത് തെറ്റുമ്പോൾ നമ്മൾ പുതിയൊരു കാര്യം അവിടെ പഠിക്കുകയാണ് കേട്ടോ. യെസ്, ഷീമ മനോജ്, കാർത്തി സുബിൻ, റിയ ജോസ് എല്ലാവരും ബി എന്ന് പറയുന്നു. ബി എന്താണെന്ന് ഒന്നും കൂടി നോക്കാം. പക്ഷേ സിജി പറയുന്നു എ ആണ്. പാർവതി മുരളീധരൻ സേസ് ബി തന്നെയാണ്. ജിൻസി ജോൺസനും ബി ആണ്. പ്രീത തോമസിനും ബി ആണ്. രഞ്ജു തോമസ് എ. സോണിയ സാജി എ ആണ്.
ലേഹ മേരിക്കും ബി ആണ്. അലീന ഷാജി ഓൾസോ എന്താ പറയുന്നത്, ഷി സൈസ് ബി. മൃദുല കെ പിക്ക് ബി. ലിൻസി വർഗീസിന് എ ആണ് കേട്ടോ. എ കുറച്ചൊരു ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ പറയുന്നുണ്ട് അല്ലേ, കുറച്ചൊരു എയിലേക്ക് പോകുന്നുണ്ട്. സിജി സാജുന് എ, അഞ്ജു ചാക്കോയ്ക്കും എ. അപ്പോൾ നിങ്ങളിവിടെ പ്രൊസീജിയറൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി. ഓപ്ഷൻസ് അറിയാമല്ലോ. 1 കൊളാബറേഷൻ എമംഗ് പ്രൊഫഷണൽസ്, 2 പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റും പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളത് വൈറ്റലാണ്. വൈറ്റൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എസെൻഷ്യലാണ്, ക്രൂഷ്യലാണ്, ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് സംതിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിയിൽ പറയുന്നു ഇൻട്രാ പ്രൊഫഷണൽ ഇൻ്ററാക്ഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ആൻ എപ്പിസിയോട്ടമി ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി. അവിടെ സി എന്നുള്ള ആൻസർ എടുക്കാൻ ആർക്കും അവിടെ തോന്നുന്നില്ല. എയും ബിയും ഞാൻ കണ്ടു കേട്ടോ. ബി ആദ്യം കൂടുതൽ വന്നു, ഇപ്പോൾ എ വന്നു. നോക്കിയാലോ നമുക്കിതിൻ്റെ ആൻസർ. ഇതിൻ്റെ ആൻസർ എ ഇസ് ദ റൈറ്റ് ആൻസർ, ഒരു സംശയമില്ല. അവിടെ എന്താ പറയുന്നത്, കൊലാബറേഷൻ എമംഗ് പ്രൊഫഷണൽ ഈസ് ക്രൂഷ്യൽ അല്ലേ. പ്രൊഫഷണൽസിൻ്റെ ഇടയിലുള്ളൊരു കൊലാബറേഷൻ അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ളൊരു ഇൻ്ററാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇവിടെ കിടപ്പുണ്ട്, ഇൻ്റർ പ്രൊഫഷണൽ ഇൻ്ററാക്ഷൻ. ഇൻ്റർ പ്രൊഫഷണൽ എന്ന് വെച്ചാൽ എന്താ, പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ അല്ലേ. അതിപ്പോൾ നേഴ്സും ഡോക്ടറും തമ്മിൽ, നേഴ്സും ഫിസിയോതെറാപ്പിസ്റ്റും തമ്മിൽ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അല്ലേ. എപ്പിസോട്ടമി പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ അച്ചീവിങ് ദ ബെസ്റ്റ് സ്റ്റാൻഡേർഡ് കെയർ ഫോർ ആർക്കാ, വിമൻ ആൻഡ് ദർ അൺബോൺ ബേബീസ്. അതാണ് ഇവിടെ പാരാഫ്രൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ത്, കൊലാബറേഷൻ എമംഗ് പ്രൊഫഷണൽസ് ഈസ് ക്രൂഷ്യൽ. ആ ക്രൂഷ്യൽ എന്നുള്ളത് ഏത് വേർഡാണ് ഇവിടെ നോക്കുക, ഏതാ, ഇവിടെ ക്രൂഷ്യൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രൊവൈഡിങ് എന്ത്, ഒപ്റ്റിമൽ കെയർ എന്ന് വെച്ചാൽ എന്താ ഇവിടെ അർത്ഥം, ബെസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ടു വിമൻ ആൻഡ് ദർ അൺബോൺ ബേബീസ് എന്നുള്ള ഓഫ് സ്പ്രിങ് ആയി ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ആൻ എപ്പിസോട്ടമി, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ സി ആൻസർ വന്നിട്ടുണ്ട്, ബിയും വന്നിട്ടുണ്ട്. അപ്പോൾ എ റൈറ്റാണ്, ബി ഞാനവിടെ റോങ് ആണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്ക്, റീഡിങ് ഈസ് ആൻ ആർട്ട് അല്ലേ. ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ടത്. റീഡ് ചെയ്യുന്നതിനകത്ത് തന്നെ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് പങ്ക്ച്വേഷൻസ് വരുമ്പോൾ എവിടെയാണ് പോസ്, എവിടെയാണ് സ്റ്റോപ്പ്, എവിടെയാണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ക്ലാരിറ്റി വരാൻ പോകുന്നത് അതിന് ശേഷം, അത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ തെറ്റിക്കും. ഇവിടെ തെറ്റിയതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് വായിച്ചതിലുള്ള മിസ്റ്റേക്കാണ്, അല്ലാതെ വെക്കാബുലറി അറിയാത്ത മിസ്റ്റേക്കല്ല, വായിച്ചതിലുള്ള ഡിഫറൻസ്. ഇവിടെ പറയുന്നു ഇറ്റ് ഈസ് വൈറ്റൽ ടു ഗെയിൻ പേഷ്യൻറ്റ് കൺസെൻറ്റ്. ശരിയാണ്, ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ് എന്നവിടെ പറയുന്നുണ്ട്. വൈറ്റലാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത്, പേഷ്യൻറ്റിൻ്റെ കൺസെൻറ്റും എഡ്യൂക്കേറ്റ് ദ പേഷ്യൻറ്റ്, രണ്ടും അവിടെ നിർബന്ധമാണെന്ന് പറയുന്നില്ല, കൺസെൻറ്റ് നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. നോക്ക്, ഈ സെൻറ്റൻസ് എങ്ങനെ വായിക്കണം, ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ് ടു ഒബ്റ്റെയിൻ കൺസെൻറ്റ് ഫ്രം ദ പേഷ്യൻറ്റ്. ഓക്കെ, ആൻഡ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ, ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ അവിടെ, ആണെങ്കിൽ നമുക്കിവിടെ രണ്ടും അത്യാവശ്യമാണെന്ന് എടുക്കാം, ഇമ്പറേറ്റീവ് ആണെന്ന് പറയാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ എപ്പോഴാണ് അവയർനെസ് കൊടുക്കുന്നത്, ഇഫ് ടൈം പെർമിറ്റ്സ് അല്ലേ. ടൈം പെർമിറ്റ് ചെയ്താൽ മാത്രമേ അവയർനെസ് കൊടുത്താൽ മതി. കാരണം പറയുന്നുണ്ട് ബിക്കോസ്, ആസ് എന്നുള്ളത് ബിക്കോസ്, ആസ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ അൺനെസസറി പ്രൊസീജിയർ ഫോർ അസിസ്റ്റിംഗ് ഡെലിവറി. അത്ര നെസസറി അല്ല, അൺനെസസറിയാണ്, അനാവശ്യമായ പ്രൊസീജിയർ ആയത് കാരണം ടൈം ഉണ്ടെങ്കിൽ മാത്രമേ അവയർനെസ് മതി. പക്ഷേ കൺസെൻറ്റ് ഇമ്പറേറ്റീവാണ് എന്നല്ലേ പറയുന്നത്. പിടികിട്ടിയോ, ഇമ്പറേറ്റീവ് ടു ഒബ്റ്റെയിൻ കൺസെൻറ്റ് ഫ്രം ദ പേഷ്യൻറ്റ് ആൻഡ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ, ഫുൾ സ്റ്റോപ്പ് അല്ല, കോമയാണ്. അപ്പോൾ നമ്മളവിടെ പോസ് ചെയ്തിട്ട് ബാക്കി വായിക്കണം, ഇഫ് ടൈം പെർമിറ്റ്സ് അല്ലേ. ആസ് എന്തുകൊണ്ടാണ്, ബിക്കോസ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ അൺനെസസറി പ്രൊസീജിയർ ഫോർ അസിസ്റ്റിംഗ് ഡെലിവറി. അപ്പോൾ അവിടെ കൺസെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എഡ്യൂക്കേഷൻ ചെയ്യുന്നത്, അവയർനെസ് കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ, ഇഫ് ടൈം പെർമിറ്റ്സ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിടികിട്ടിയോ. അപ്പോൾ അവിടെ പങ്ക്ച്വേഷൻ്റെ അടുത്ത് നിർത്തി വായിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അവിടെ വന്നത് അല്ലേ. ഇവിടെ രണ്ടും വൈറ്റലാണെന്നാണ് പറയുന്നത്. പിടികിട്ടിയോ സംഭവം. യെസ്. ഇനി അടുത്തത് ഞാനവിടെ കണ്ടു, ആരോടെ കൃത്യമായിട്ട് ഇൻ്റർ പ്രൊഫഷണൽ ആൻഡ് ഇൻട്രാ പ്രൊഫഷണൽ വേർഡ് ഈസ് ഡിഫറെൻറ്റ്. എക്സാക്ട്ലി, രണ്ടും രണ്ട് ഡിഫറെൻറ്റ് വേർഡ്സാണ്. ഇൻ്റർ പ്രൊഫഷണൽ നല്ല നമുക്കവിടെ തന്നിരിക്കുന്നത് ഇൻ്റർ പ്രൊഫഷണലാണ്. അപ്പോൾ എന്താണ്, പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ അവിടെ എന്താണ്, ഡിഫറെൻറ്റ് പ്രൊഫഷണൽസ്, നേഴ്സും ഡോക്ടറും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അല്ലേ, അവർ തമ്മിലുള്ള കൊലാബറേഷൻ, നേഴ്സും ഫിസിയോതെറാപ്പിസ്റ്റും തമ്മിലുള്ള കൊലാബറേഷൻ, പ്രൊഫഷണൽസിൻ്റെ ഇടയിലുള്ള കൊലാബറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് ഇൻട്രാ എന്ന് വന്നു കഴിഞ്ഞാൽ സെയിം പ്രൊഫഷനായി പോകും. അതായത് ഫോർ എക്സാമ്പിൾ നേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, നേഴ്സുമായിട്ട് മാത്രമേ ഉള്ളൂ അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ഇൻട്രാക്ഷൻ അല്ല, നേഴ്സും ഡോക്ടറുമായിട്ട് നടക്കേണ്ടി വരും അല്ലേ. അതാണ് ഇൻട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സും തമ്മിൽ മാത്രം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഡോക്ടേഴ്സ് തമ്മിൽ, ഇപ്പോൾ കാർഡിയോളജിസ്റ്റും പൾമിനോളജിസ്റ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അതായത് ഒരേ പ്രൊഫഷണൽ ഉള്ളവരാണെങ്കിൽ അത് എന്തായിട്ട് മാറും, ഇൻട്രാ പ്രൊഫഷണൽ ആവും. അതേസമയം
ഡിഫറെൻറ്റ് പ്രൊഫഷൻസ് ആണ്, അതായത് നേഴ്സും ഡോക്ടറും ഒക്കെ ആയാൽ എന്ത് വരും? ഇൻ്റർ പ്രൊഫഷണൽ വരും. ഇൻ്ററും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ? ഇൻ്റർ പ്രൊഫഷണൽ ഇൻറ്ററാക്ഷൻ. ഇൻ്റർപ്രഷർ ഡിഫറെൻറ്റ് പ്രൊഫഷനിലുള്ളവർ തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യണം. നേഴ്സ് എന്ന പ്രൊഫഷൻ, ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ അല്ലേ, അതാണ് ഇൻ്റർ. പക്ഷേ ഇൻട്ര വന്നാൽ എന്തായി പോവും? സെയിമായി പോകും. സെയിം പ്രൊഫഷണൽ, ഡോക്ടറും അല്ലെങ്കിൽ നേഴ്സും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ല. അപ്പോൾ ഈ വേർഡാണ് നമ്മൾ തെറ്റിച്ചത്, ഇൻ്ററും ഇൻട്രയും. കണ്ടോ? ഇറ്റ് ഷുഡ് ബി എന്തായിരിക്കണം? ഇൻ്റർ ആയിരിക്കണമായിരുന്നു. പിടി കിട്ടിയോ? അപ്പം കൊലാബറേഷൻ എമംഗ് പ്രൊഫഷണൽസ്, അതാണ് എന്ത്? ഇൻ്റർ പ്രൊഫഷണൽ. ഇൻ്റർ അല്ല, ഇൻ്റർ. ബിയിലെ മിസ്റ്റേക്ക് എന്താണെന്ന് പിടികിട്ടിയല്ലോ. അവിടെ എഡ്യൂക്കേഷൻ അത്രയ്ക്ക് നിർബന്ധം ഇല്ല, കൺസെൻറ്റ് മാത്രമേ നിർബന്ധം ഉള്ളൂ. ക്ലിയർ ആയില്ലേ? ഇതൊന്ന് ക്ലിയർ ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ടൈമൊക്കെ ആവും. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായി? ഞാൻ പറഞ്ഞു നമ്മളൊരു വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ നമ്മുടെ ഫേസ് ടു ഫേസ് ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, കുട്ടികളുടെ ഫേസ് കണ്ണിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും അത് പിടികിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അല്ലേ. ഇവിടെ നിങ്ങളുടെ റെസ്പോൺസ് മാത്രം കൊണ്ടേ മനസ്സിലാവുള്ളൂ. അതും ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളിടുന്ന മെസ്സേജ് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. യെസ്, ഓക്കെ. ഞാൻ പറഞ്ഞു എപ്പോഴും ഞാൻ ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെങ്ങനെ നിർബന്ധിക്കണം അല്ലേ. യെസ്, ലേഹ, സിജി, സോണിയ, പാർവതി, നിങ്ങൾക്കെല്ലാം ക്ലിയറായി. ഷിജ മോൾ, സിജി, ലീന, ലിൻസി, അഞ്ചു ചാക്കോ, പ്രീത തോമസ്, താങ്ക് യു. അപ്പോൾ സംഭവം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ, ഇത്ര മനസ്സിലായി. നമുക്കൊരു മിസ്റ്റേക്ക് വരുമ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എവിടെ കണ്ടാലും നമ്മുടെ ബ്രെയിൻ അവിടെ ഒന്ന് എന്ത് ചെയ്യും? കുറച്ച് നേരം ഒന്ന് നിൽക്കും അല്ലേ. ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഞാൻ മിസ്റ്റേക്ക് വരുത്തിയതാണ്, നാളെ നമ്മൾ ശരിയായിട്ട് ചെയ്യാം. യെസ് ശ്രുതി, യെസ് ലിജി, സിജി, ഓക്കെ. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനാണ് അടുത്തത്. അതും എന്താണ് ഞാൻ പറഞ്ഞു, ഇന്ന് എല്ലാം പാർട്ട് ബി ആണ്. നമ്മളെപ്പോഴും പാർട്ട് സിയിലെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ചെയ്ത് പാർട്ട് ബി എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ള ഐഡിയ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പേഷ്യൻ്റ് അഡ്മിഷൻ, നോക്ക്. If the patient medically requires hospital inpatient service and the physician believes that the patient will need to stay in the hospital at least 2 midnights ആണെങ്കിൽ എന്ത് ചെയ്യണം? The physician should order not medically require inpatient hospital service or the physician does not expect the patient to stay past 2 midnights. അവിടെ എന്ത് ചെയ്യണം? The physician should order observation or outpatient services. The certification must be signed and documented in the medical record prior to patient discharge. Hospitals may choose to have physicians record these elements or certification either on a specific form or throughout the medical records, such as in the orders, history and physical or physician progress notes. ഗൈഡ്ലൈൻസിൽ എന്തൊക്കെ തന്നിരിക്കുന്നത്? എക്സലൻറ്റ് പേഷ്യൻ്റ് കെയർ ഷുഡ് കണ്ടിന്യൂ ടു ബി ദ ടോപ്പ് പ്രയോറിറ്റി. കണ്ടോ, എക്സലൻറ്റ് പേഷ്യൻ്റ് കെയർ ആണ് ടോപ്പ് പ്രയോറിറ്റി. ഡോക്യുമെൻറ്റ് ദ ഡയഗ്നോസിസ്, മെഡിക്കൽ റാഷണൽ, പ്ലാൻ ഫോർ കെയർ ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് ഡിസ്ചാർജ്, അത് ഡോക്യുമെൻറ്റ് ചെയ്യണം. സൈൻ ദ അഡ്മിഷൻ ഓർഡർ ആൻഡ് സർട്ടിഫിക്കേഷൻ ഇഫ് അപ്രോപ്രിയേറ്റ് പ്രയർ ടു ഡിസ്ചാർജ്. ഇതൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്. യെസ്, ഇനി നമ്മളിതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ബീയിങ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദിസ് സെക്ഷൻ ഓഫ് ദ ഗൈഡ് ലൈൻസ്. ഇവിടെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ് ഒരു ഡീറ്റെയിൽഡ് അക്കൗണ്ട്? എന്തിനെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്? പ്രോസസ് മോഡിഫിക്കേഷൻ ഉണ്ട്, ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് ഉണ്ട്, എക്സ്ക്ലൂഷൻസ് ഫ്രം ദ പ്രൊസീജിയർ ഉണ്ട്. ഓപ്ഷൻസ് നോക്കാം. പ്രോസസ് മോഡിഫിക്കേഷൻ ഉണ്ടോ? മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതോ എക്സ്ക്ലൂഷൻസ് ഫ്രം ദ പ്രൊസീജിയർ ഉണ്ടോ? ഓക്കെ, പറഞ്ഞു ആൻസർ. ബി പറഞ്ഞു അല്ലേ. സിജി പറയുന്നു ബി ആണ് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നു. എക്സ്ക്ലൂഷനോ മോഡിഫിക്കേഷനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. യെസ്, വാട്ട് അബൌട്ട് അതേഴ്സ്? എന്തൊക്കെ പറയാം നിങ്ങൾ ഓപ്ഷൻസ്? യെസ്, നിഷ സോളമൻ്റെ ആൻസർ എ ആണ്, പ്രോസസ് മോഡിഫിക്കേഷൻസ്. നോക്കാം ബാക്കി കുറേ പേര് നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ. നോക്ക്, പറഞ്ഞോ. മേരി ജോണിനും ബി ആണ്, രഞ്ജു തോമസിന് ബി ആണ്, ഷീജ മോൾ ജോസഫ്, ലിഷ ബിജോയ്ക്ക് എ ആണ്. അപ്പോൾ എയും ബിയും വന്നിട്ടുണ്ട്, സി ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. രേഷ്മ വിജീഷിനും എ ആണ്.
ശില്പ ആൻ്റണി ഓൾസോ എന്താ പറയുന്നത് എ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നു. പാർവതി മുരളീധരൻ നായർക്കും ഓപ്ഷൻ ബി ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് എടുക്കുന്നു. പ്രീത തോമസും അത് തന്നെയാണ് ബി എന്ന് പറയുന്നു അല്ലേ. ലേഹയും പറയുന്നു എന്താണ് ലേഹ ബി എടുക്കാം, ബി ശരിയാണെന്ന് തോന്നുന്നു. ജിൻസി പറയുന്നു എ ആൻഡ് ബി ഉള്ളൂ, സി ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. യെസ്, അർച്ചന അവിടെ സി പറഞ്ഞു, എക്സ്ക്ലൂഷൻസ് ഫ്രം ദ പ്രൊസീജിയർ. സോണിയ സജി പറയുന്നു അല്ല, ബി ആണ് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്. സൂസൻ സോബിക്കും ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്. ഓക്കെ, ബാക്കി ആരും ആൻസർ പറയുന്നില്ല. യെസ്, ശില്പ വിപിനും പറയുന്നു എ ആണ്, പ്രോസസ് മോഡിഫിക്കേഷനാണ്. നോക്ക്, നമ്മളിത് വായിച്ചു നോക്കി പേഷ്യൻ്റ് അഡ്മിഷനിൽ. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ആദ്യം തന്നെ പറയുന്നുണ്ട് ഫിസീഷ്യൻ എന്ത് ചെയ്യണം, ഇഫ് ദ പേഷ്യൻറ്റ് ഡസ് നോട്ട് മെഡിക്കലി റിക്വയർ ഇംപേഷ്യൻറ്റ് ഹോസ്പിറ്റൽ സർവീസ് എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? ഫിസീഷ്യൻ ഡസ് നോട്ട് രണ്ടിടത്തും ഫിസീഷ്യൻ എന്ത് ചെയ്യണമെന്നല്ല, ഫിസീഷ്യൻ ഷുഡ് ഓർഡർ ഇംപേഷ്യൻ്റ് അഡ്മിഷൻ. തിരിച്ചാണെങ്കിലോ ഡസ് നോട്ട് should pass day, the physician should order observation or outpatient service. The certification must be signed and documented in the medical report അല്ലേ. ഹോസ്പിറ്റൽ മേ ചൂസ് ടു ഹാവ് ഫിസീഷ്യൻസ് റെക്കോർഡ് ദിസ്. എന്നിട്ട് ഗൈഡ് ലൈനകത്ത് പറയുന്നു എക്സലൻറ്റ് പേഷ്യൻറ്റ് കെയർ ഷുഡ് കണ്ടിന്യൂ ടു ബി ദ ടോപ്പ് പ്രയോറിറ്റി. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്യാനാണ്? ഡയഗ്നോസിസ്, മെഡിക്കൽ റാഷണൽ, പ്ലാൻ ഓഫ് കെയർ ഒക്കെ ചെയ്യാൻ പറയുന്നു. അഡ്മിഷൻ ഓർഡറും സർട്ടിഫിക്കേഷനും അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ പ്രയർ ടു ഡിസ്ചാർജിന് മുന്നായിട്ട് അത് സൈൻ ചെയ്യാനും പറയുന്നുണ്ട് അല്ലേ. ഇതിനകത്ത് അങ്ങനെ നോക്കാനാണെങ്കിൽ പ്രോസസ് മോഡിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചസ് ഇൻ പ്രൊസീജിയർ. എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചസ് ഇൻ പ്രൊസീജിയർ, അതായത് പ്രൊസീജിയറിൽ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട്, അതായത് മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്ഡേഷൻസ് ആവാം, എന്തെങ്കിലും ആഡ് ഓൺ ചെയ്തിട്ടുണ്ടോ, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ, അമെൻമെൻറ്റ് നടത്തിയിട്ടുണ്ടോ, ഓൾട്ടറേഷൻസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വന്നിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ പ്രൊസീജിയറിൽ ഇനി മുതൽ ഇത്രയും നാൾ ചെയ്തതല്ല, എന്തെങ്കിലും പുതിയൊരു ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് ആഡ് ചെയ്തതായിട്ടോ, അമെൻമെൻറ്റ് നടത്തിയതായിട്ടോ, അല്ലെങ്കിൽ അവിടെ അപ്ഡേറ്റ് ചെയ്തതായിട്ടോ പറയുന്നുണ്ടോ? നോട്ട് മെൻഷൻ. അങ്ങനെ ഒരു കാര്യം അവിടെ പറയുന്നില്ല. പ്രോസസ് മോഡിഫിക്കേഷൻ ഇൻ ദ സെൻസ് എന്താണ്? ചേഞ്ചസ് ഇൻ പ്രൊസീജിയർ ആണോ? പ്രൊസീജിയറിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ സി, എക്സ്ക്ലൂഷൻസ് ഫ്രം ദ പ്രൊസീജിയർ, എക്സെപ്ഷൻസ് എന്തിനെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോ? ഇതിൻ്റെ പരിധിയിൽ നിന്നും ഇതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല, ഇതിനെ ഒഴിവാക്കിയിരിക്കുന്നു. എക്സെപ്ഷൻസ് ഉണ്ടോ? അതാണ് എക്സ്ക്ലൂഷൻസ്. ഡീവിയേഷൻസ് എന്തെങ്കിലും അതിന് വേണ്ട, ഒഴിവാക്കിയിരിക്കുന്നു. അൺലെസ് ദിസ്, അതൊഴികെ, അല്ലെങ്കിൽ ഇഫ് നോട്ട്, എക്സെപ്റ്റ് ഇഫ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എക്സ്ക്ലൂഷൻസ് അവിടെ പറയുന്നില്ല. നോക്ക്, ഇവിടെ എന്തിനെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്തതായിട്ട് പറയുന്നുണ്ടോ? എക്സ്ക്ലൂഷൻ എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു അല്ലേ. അപ്പോൾ അവിടെ ഒരു എക്സ്ക്ലൂഷനും പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് വായിക്കുമ്പോൾ നമ്മളതിൻ്റെ ജിസ്റ്റ് എടുക്കണം. ഓവറോൾ പോയിൻറ്റ്സ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ദ മെയിൻ പോയിൻറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്, ദാറ്റ് മീൻസ് ദ ബെസ്റ്റ് പ്രാക്ടീസ് പ്രൊസീജിയർ അല്ലേ. ഹൗ ടു ഡീൽ ഇറ്റ് ഇൻ ദ ബെസ്റ്റ് വേ, ഇതിനെ എങ്ങനെ നമുക്കൊരു ബെസ്റ്റ് വേയിൽ ഡീൽ ചെയ്യാൻ പറ്റും? ഹൗ ടു ഡീൽ ദിസ് ഇൻ ദ ബെസ്റ്റ് വേ, അതാണ് ദ ബെസ്റ്റ് പ്രാക്ടീസ് പ്രൊസീജിയർ. അതിൻ്റെ വേറൊരു പെട്ടയമാണ് ഇത് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്, ദ മോസ്റ്റ് എഫക്റ്റീവ് ടെക്നിക്സ് അല്ലേ. ഈ ഗൈഡ് ലൈൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്ക് അല്ലെങ്കിൽ ദ ബെസ്റ്റ് പ്രാക്ടീസ് പ്രൊസീജിയർ അല്ലേ ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നല്ലതാണെന്നുള്ള അർത്ഥത്തിലല്ലേ. എന്തൊക്കെയാണ് നന്നായി ചെയ്യേണ്ട കാര്യങ്ങൾ? എക്സലൻറ്റ് പേഷ്യൻ്റ് കെയർ ഷുഡ് കണ്ടിന്യൂ ടു ബി ദ ടോപ്പ് പ്രയോറിറ്റി. കണ്ടോ, പിന്നെ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ ഇതൊക്കെ ബെസ്റ്റ് പ്രാക്ടീസ് പ്രൊസീജിയർ അല്ല ഈ തന്നിരിക്കുന്നത്. ബെസ്റ്റ് പ്രാക്ടീസ് പ്രൊസീജിയർ ആണ് എന്ത്? അതിൻ്റെ ഒരു പാരഫ്രൈസ് ചെയ്തിരിക്കുകയാണ് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് അല്ലേ. എക്സ്ക്ലൂഷൻസ് എന്താണ്? ഒഴിവാക്കിയിരിക്കുന്നു. എക്സ്ക്ലൂഷന് വേറെ എന്ത് വേർഡ് പറയാം അവിടെ നമുക്ക്? എക്സെപ്ഷൻസ് അല്ലേ. പറഞ്ഞിട്ടുണ്ടോ? എക്സെപ്റ്റ് ചെയ്ത്, എക്സെപ്റ്റ് വാട്ട്? എക്സെപ്റ്റ് ഇഫ്, അതൊഴികെ, അല്ലെങ്കിൽ ഇഫ് നോട്ട് പറയുന്നുണ്ടോ? അങ്ങനെ അൺലെസ്, അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. പ്രോസസ് മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താർത്ഥം? ചേഞ്ചസ് ഇൻ പ്രൊസീജിയർ, പ്രൊസീജിയറിൽ എന്തെങ്കിലും മാറ്റം, അപ്ഡേഷൻസ്, ഓൾട്ടറേഷൻ, അമെൻമെൻറ്റ്, ഇതൊന്നും വന്നിട്ടില്ല. വന്നായിട്ട് പറയുന്നുണ്ടോ? ഇല്ല, മെൻഷൻ ചെയ്തിട്ടില്ല. പാർട്ട് ബിയിൽ മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ എന്താണ് ആൻസറായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇൻഡയറക്റ്റ് മീനിങ് ഒന്നും വന്നിട്ടില്ല. യെസ്, രേഷ്മയ്ക്ക് ഇപ്പോഴാണ് ക്ലിയർ ആയതല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ നോക്കണം, ഇങ്ങനത്തെ വരുമ്പോൾ ഇതെല്ലാം ജനറൽ ക്വസ്റ്റ്യൻസ് ആണല്ലേ. വാട്ട് ഈസ് ബീയിങ് ഡിസ്ക്രൈബ്ഡ്, എന്തിനെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്? വിശദീകരിക്കുക, ആ ഒരു വേർഡിൽ പിടിച്ചോണം. മെൻഷൻ ചെയ്തിരിക്കുന്നതെന്നല്ല ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡീറ്റെയിലോ സ്പെസിഫിക് ഐഡിയോ ഒന്നും അല്ല അവിടെ ചോദിച്ചിരുന്നത്. വാട്ട് ഈസ് ബീയിങ് ഡിസ്ക്രൈബ്ഡ്, ഈ ഗൈഡ് ലൈനിൽ എന്താണ് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്? വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ എ എടുത്താൽ പ്രോസസ് മോഡിഫിക്കേഷൻ, ചേഞ്ചസ് ഇൻ പ്രൊസീജിയർ അല്ലേ. പ്രൊസീജിയറിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല.
എക്സ്ക്ലൂഷൻസ്, അവിടെ എക്സെപ്ഷൻസ്, പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താ, ഇതിൻ്റെ ജിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഹൗ ടു ഡീൽ ഇറ്റ് ഇൻ ദ ബെസ്റ്റ് വേ, അല്ലെ, ബെസ്റ്റ് പ്രാക്ടീസ് പ്രൊസീജിയറാണ് അവിടെ പറഞ്ഞത്. സോ നമ്മളവിടെ എന്തെടുക്കുന്നു? ഓപ്ഷൻ ബി ആൻസറായിട്ട് പോകുന്നു. എല്ലാവർക്കും ക്ലിയർ ആയി തോന്നുന്നു? ആണോ? പെട്ടെന്ന് എല്ലാവരും ഒന്ന് ക്ലിയർ ആയി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ടൈം അവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളിത് കാണുക. ലേറ്റായിട്ട് ജോയിൻ ചെയ്തവർക്ക് നമുക്ക് റെക്കോർഡഡ് ഉണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും, നിങ്ങൾക്ക് പിന്നെ കാണാം. ആൻഡ് റീഡിങ് ഇപ്പോഴും ടഫായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലേ, റീഡിങ് ഇസ് ദ ടഫസ്റ്റ് മൊഡ്യൂൾ. യെസ് ലേഹ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ എൻകറേജിങ് കമൻറ്റ്സ്. സി, ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇങ്ങനത്തെ കമൻറ്റ് മാത്രമാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ വെനസ്ഡേ ആണ് 5:30 കാണും. പിന്നെ എല്ലാ ദിവസവും നമ്മുടെ ഈവനിങ് സെഷൻ 5:30 ലൈവ് പോകുന്നുണ്ട്. നാളെ റൈറ്റിങ്ങിൻ്റെ ലൈവ്. അപ്പം കുറച്ച് പേര് ഇത് കണ്ടിട്ട് സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നു എന്നൊക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷം. യെസ്, അപ്പം വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ യുവർ കോൺസ്റ്റൻറ്റ് സപ്പോർട്ട്. യെസ്, അപ്പോൾ ഇത് ഷെയർ ചെയ്യുക. തനിയെ പഠിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ പഠിച്ചോട്ടെ. നമ്മളുടെ ഇൻഫർമേഷൻ നമ്മളും കൂടി മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.